ഹലോ സ്റ്റുഡൻസ്, ഇലക്ട്രോഡൈനാമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ്. നമ്മൾ ഒരു പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തത് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആ പോയിന്റിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡിന് എഗൻസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ടി വരുന്ന എക്സ്റ്റേണൽ വർക്ക് ഡൺ ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന മട്ടിലാണ് പറഞ്ഞു നിർത്തിയത്. അല്ലെങ്കിൽ യൂണിറ്റ് the work done in bringing a unit positive charge from infinity to that point can be considered as the electrostatic potential at that point എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിനെ പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമായിട്ട് കണക്കാക്കാം എന്ന് നമ്മളവിടെ പറഞ്ഞു. അപ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കോൺസെപ്റ്റും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റും ഡിഫറൻ്റ് ആണ് എന്ന് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞത് ഒന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഒരു പോയിന്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ എനർജി ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കണക്കാക്കാം എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് പോയിന്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ചാർജസ് ഒരു സ്പേസിൽ ഡിസ്ക്രീറ്റ് ചാർജുകൾ പോയിന്റ് ചാർജുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ അത് അസംബിൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി, ആ വർക്ക് ഡൺ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് നമുക്കിവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ടെസ്റ്റ് ചാർജ് Q1 ഉണ്ട് എന്ന് കരുതുക. ഈ ചാർജാണ് ഇവിടെ ഉള്ളത്. Q1 എന്ന് പറയുന്നൊരു ചാർജ് ഇവിടെ ഉണ്ട്. ഈ ചാർജ് ഇരിക്കുന്നത് ഫ്രീ സ്പേസിലാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ കൊണ്ടുവെക്കുന്നതിന് നിങ്ങൾക്ക് ഒരു വർക്ക് ഡണ്ണിൻ്റെ ആവശ്യം വരില്ല. കാരണം ദർ ഇസ് നോ ഒപ്പോസിങ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവെക്കുക മാത്രമേ നിങ്ങൾക്ക് അതിനെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് ചാർജ് കൊണ്ടുവെക്കുന്നതിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഡൺ ഇല്ല. ഇനി ഈ ചാർജ് അവിടെ കൊണ്ടുവെക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഫീൽഡ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫീൽഡിൽ പൊട്ടൻഷ്യലും ഉണ്ടാകും. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് രണ്ടാമത്തെ ചാർജ് അവിടേക്ക് കൊണ്ടുവെക്കാൻ. സപ്പോസ് യു ബ്രിങ് അനദർ ചാർജ് Q2 ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് ന്യൂ പൊസിഷൻ. അപ്പോൾ നിങ്ങൾ പുതിയൊരു ചാർജ് Q2 ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ Q2 ഇവിടെ കൊണ്ടുവരുമ്പോൾ Q1 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന് എഗൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ആ ചാർജിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ദെയർഫോർ യു ഹാവ് ടു ഡു എക്സ്റ്റേണൽ വർക്ക് ഓൺ ദാറ്റ്. അപ്പോൾ ആ വർക്ക് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന് നമുക്ക് അറിയേണ്ടത് ഈ പുതിയ ചാർജ് കൊണ്ടുവന്നേക്കുന്ന Q2 കൊണ്ടുവച്ചേക്കുന്ന പൊസിഷൻ ആ ഫസ്റ്റ് Q1 എന്ന് പറയുന്ന ചാർജിൽ നിന്ന് എത്ര ദൂരെയാണെന്നുള്ളതാണ്. ആ ഡിസ്റ്റൻസിനെ നമുക്ക് R12 എന്ന് വിളിക്കാം. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ചാർജ് ആൻഡ് സെക്കൻഡ് ചാർജ്. അങ്ങനെയാണ് നമ്മൾ R12 എന്ന ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ Q1 കാരണം R12 ഡിസ്റ്റൻസിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടാകുമോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് പകരം Q2 ചാർജ് കൊണ്ടുവരാനുള്ള എനർജി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ഡൺ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ദ പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈഡ് ബൈ ദ ചാർജ് Q2. സോ ദാറ്റ് ഗീവ്സ് യു ദ എക്സ്പ്രഷൻ. സോ W10 ആണ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ചാർജ് കൊണ്ടുവെക്കുന്നതിന് നിങ്ങൾക്ക് വർക്ക് ഡണ്ണിൻ്റെ ആവശ്യമില്ല. സെക്കൻഡ് ചാർജ് കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ 1/4πε0 Q1/R12 ആണ് ഈ Q1 ഉണ്ടാക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് നിങ്ങൾ Q2 എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുവരുമ്പോൾ ദാറ്റ് വിൽ ഗിവ് യു വർക്ക് ഡൺ W2 = 1/4πε0 Q2Q1 ഡിവൈഡഡ് ബൈ R12. ഓക്കെ. ഇനി മൂന്നാമതൊരു ചാർജ് നിങ്ങളവിടെ കൊണ്ടുവെക്കുകയാണ് Q3 എന്ന് പറയുന്നൊരു ചാർജ്. യു ബ്രിങ് ഇറ്റ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇത് കൊണ്ടുവരുമ്പോൾ ഈ പോയിന്റിൽ Q1 എന്ന് പറയുന്ന ചാർജ് ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്, Q2 എന്ന് പറയുന്ന ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഈ രണ്ട് പൊട്ടൻഷ്യലിൻ്റെയും സം ആയിരിക്കും ഇവിടുത്തെ പൊട്ടൻഷ്യൽ, നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ രണ്ട് പോയിന്റ് ചാർജസും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള വർക്ക് ഡണ്ണിൻ്റെ സം ആയിരിക്കും ഈ പുതിയ മൂന്നാമത്തെ ചാർജ് കൊണ്ടുവരുന്നതിനുള്ള ടോട്ടൽ വർക്ക് ഡൺ. സോ W3 ക്യാൻ ബി റിട്ടൺ ആസ്, ഇനി അവിടെ രണ്ട് പോയിന്റുകളിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയണം. അപ്പോൾ നമുക്കിവിടെ ഈ Q3 എന്ന് പറയുന്ന ചാർജ് Q1-ൽ നിന്ന് എത്ര ദൂരെയാണ്, ദാറ്റ് ഈസ് R13. അതേ Q3 എന്ന് പറയുന്ന ചാർജ് Q2-ൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്, ദാറ്റ് ഈസ് R23. ഈ ഡിസ്റ്റൻസസ് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1/4πε0 Q3. ശരിക്കും ഈ രണ്ട് ടേംസ് ആണ് Q3 Q1/R13, Q3 Q1/R13, അതുപോലെ Q3 Q2 ഡിവൈഡഡ് ബൈ R23. അപ്പോൾ അതിൽ Q3 കോമൺ ആയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് 1/4πε0 Q3 × Q1/R13 പ്ലസ് Q2/R23. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചാർജസിൻ്റെ കേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ലോജിക് റിമെയിൻസ് ദ സെയിം.
നാലാമതൊരു ചാർജ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് ഡൺ W4 വിൽ ബി ഗിവൻ ബൈ 1/4πε0 into Q4 into Q1 by R14, Q2 by R24, Q3 by R34. ഓരോ ചാർജും ലേക്കും ഈ Q4 എന്ന് പറയുന്ന നാലാമത്തെ ചാർജിനുള്ള ഡിസ്റ്റൻസ്, ആ റേഷ്യോ, ചാർജ് ബൈ ദാറ്റ് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയുടെ സമ്മായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നാലാമത്തെ വർക്ക് ഡൺ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തൊരു സ്പേസിൽ ഇങ്ങനെ കുറേ ചാർജസ് അസംബിൾ ചെയ്യുന്നതിനുള്ള ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ അറിയാം? ദാറ്റ് വിൽ ബി ഈക്വൽ ടു W1 + W2 + W, എത്ര ചാർജസ് ഉണ്ടോ ആ ഓരോ ചാർജ് അവിടെ കൊണ്ടുവരുന്നതിനുള്ള വർക്ക് ഡണ്ണുകളുടെ ഇൻഡിവിജ്വൽ വർക്ക് ഡണ്ണിൻ്റെ സമ്മായിരിക്കും നമുക്ക് അവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? ഫസ്റ്റ് ചാർജ് കൊണ്ടുവരുന്നതിനുള്ള വർക്ക് ഡൺ 0 ആണ് നമുക്കറിയാം, അതിവിടെ എഴുതി. രണ്ടാമത്തേത്, മൂന്നാമത്തെ ചാർജ്, നാലാമത്തെ ചാർജ്, അങ്ങനെ മൊത്തം വർക്ക് ഡണ്ണുകളുടെ ഒരു സം ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ചാർജസ് അസംബിൾ ചെയ്യുന്നതിനുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി ഒരു സമ്മേഷൻ ഫോമിലേക്ക് ചുരുക്കി എഴുതാം. യു ക്യാൻ റൈറ്റ് ദിസ് ആസ്, ഈ ഇവിടെ ഒരു 1/2 എന്തിനാണെന്നുള്ളത് നമുക്ക് ഈ സമ്മേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമുക്കറിയാം ഇവിടെ Q1 ഓരോ ചാർജിനെയും എടുത്തിട്ട് ആ ചാർജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റൊരു ചാർജ് അവിടെ കൊണ്ടുവരുന്നതിനുള്ള വർക്ക് ഡൺ ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 1/4πε0 summation I from 1 to n and j from 1 to n, but I not equal to j, Qi Qj by Rij. നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഈ സംഗതി തന്നെയാണ്. Q1 Q2 by R12 എന്താണ്? അവിടെ Q1 ഐയുടെ സ്ഥാനത്ത് 1, ജെയുടെ സ്ഥാനത്ത് 2. ഇവിടെ ആണെങ്കിൽ Q3 Q1 by R13 എന്നൊരു ടേം കാണാം. അപ്പോൾ അവിടെ ഐയും ജെയും 1ഉം 3ഉം ആണ് അല്ലേ. അവിടെ Q2 Q3 by R23 ഉണ്ട്. അപ്പോൾ ആ വാല്യൂസ് 2ഉം 3ഉം ആണ്. അപ്പോൾ അങ്ങനെ ഓരോ ജോഡി ചാർജസിൻ്റെയും ഒരു പ്രോഡക്റ്റ് ടേം ഇവിടെ ഉണ്ടാവും. Qi Qj by Rij എന്ന് പറഞ്ഞാൽ ഓരോ ജോഡി ചാർജുകളും അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസസുമാണ് ഈ ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, I not equal to j എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഒരു ചാർജും അതേ ചാർജും തമ്മിലുള്ള പൊട്ടൻഷ്യൽ, അതായത് ആ ചാർജ് കൊണ്ടുവരിക്കുമ്പോഴേക്കും ആ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അതിന് ബാധകമല്ലാത്തതുകൊണ്ട് ഇവിടെ രണ്ടും ഒരേ ചാർജ് തന്നെ ആവുന്ന കണ്ടീഷൻ ഈ സമ്മേഷനിൽ ഒരിക്കലും വരില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 1/2 വരുന്നത് എവിടെ നിന്നാണെന്നുള്ള ചോദ്യം. I1ഉം J2ഉം വരുന്നൊരു കണ്ടീഷൻ വരാം. അതേസമയം I2 ആവുമ്പോഴും J1 വരുന്നൊരു കണ്ടീഷൻ വരാം. അപ്പോൾ ഫലത്തിൽ Q1 Q2 Q2 Q1 അതുപോലെ Q5 Q6 Q5 ഇങ്ങനെയുള്ള ജോഡികൾ ഈ സമ്മേഷൻ പ്രകാരം വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോഡി ഒരു തവണ മാത്രമേ പൊട്ടൻഷ്യൽ പരിഗണിക്കേണ്ടതുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓരോ ജോഡിയും 2 തവണ ഈ സമ്മേഷനിൽ പരിഗണിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു 1/2 കൂടി ചേർത്തിട്ടാണ് ഈ മുകളിൽ കാണുന്ന വലിയ എക്സ്പാൻഡ് ടേമിനെ നമ്മൾ സമ്മേഷൻ കൺവെൻഷൻ ഉപയോഗിച്ചിട്ട് ചുരുക്കി എഴുതുന്നത്. ഇനി ഇതിനെ മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. 1/2 സിഗ്മ I is equal to 1 to n Qi. ഈ Qi നമ്മൾ പുറത്തെടുത്ത ശേഷം ഈ ജെയുടെ സമ്മേഷൻ സെപ്പറേറ്റ് വേറൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. സിഗ്മ j is equal to 1 to n, I not equal to j, 1/4πε0 Qi by Rij. ഈ ടേം എന്താണ് സൂചിപ്പിക്കുന്നത്? Qi, ഈ ടേം എന്ന് പറയുന്നത് നമുക്ക് ഈ സമ്മേഷനെ ചുരുക്കി ഇങ്ങനെ എഴുതാം. 1/2 സിഗ്മ I is equal to 1 to n Qi v Ri. ഈ ടേം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ith ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് നമ്മളിവിടെ കാണുന്നത്. jth ചാർജിന്റെ പൊസിഷനിൽ ith ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് ഇവിടെ 1/4πε0 Qi by Rij എന്ന് പറയുന്ന ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ ith ചാർജിന്റെ പൊസിഷനിലേക്ക് ഓരോ ചാർജും കൊണ്ടുവരുന്ന പൊട്ടൻഷ്യലാണ് ഈ v Ri എന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ സമ്മേഷൻ ടേമിനെ ചുരുക്കി 1/2 സിഗ്മ 1 I is equal to 1 to n Qi v Ri എന്ന് ചുരുക്കി എഴുതാം. സോ ദിസ് എക്സ്പ്രഷൻ റെപ്രസെൻറ്റ്സ് ദ എനർജി ഓഫ് എ പോയിന്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മളൊന്നുമില്ലാത്തൊരു സ്പേസിലേക്ക് 1, 2, 3 എന്നിങ്ങനെ പല പോയിന്റ് ചാർജസ് കൊണ്ടുവന്ന് ഒരു പ്രത്യേക രീതിയിലേക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ അതിന് ചിലവാക്കുന്ന പൊട്ടൻഷ്യൽ എനർജി, അതിന് ചിലവാക്കുന്ന വർക്ക് ഡൺ ആണ് ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ഡിസ്മാൻഡിൽ ചെയ്ത് പിന്നെ ഈ ചാർജസിനെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും എനർജി അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻറ്റ് ബൈ ദ എനർജി ഓഫ് എ പോയിന്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇതേ കാര്യം കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ സമ്മേഷനെ ഇവിടെ ഡിസ്ക്രീറ്റ് പോയിന്റുകളാകുമ്പോഴാണ് നമുക്കിവിടെ സമ്മേഷനായിട്ട് എഴുതേണ്ടത്. ഇതേ സാധനത്തിന് നമുക്ക് ക്യൂവും വിയും ഉൾപ്പെടുന്ന ടേംസിൽ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് W is equal to 1/2 ഇൻ്റഗ്രേഷൻ ആണ് ഇവിടെ സമ്മേഷന് പകരം ഉപയോഗിക്കുന്നത്. വോളിയം അവിടെയുണ്ട്, പൊട്ടൻഷ്യൽ V അവിടെയുണ്ട്. ഈ റോ ഡീറ്റോ സ്റ്റാൻഡ്സ് ഫോർ
ദ ചാർജ്, അതായത് ആ ഇൻഫിനിറ്റ്ലി സ്മോൾ വോളിയമായ ഡീറ്റോയിലുള്ള ചാർജ് ഡെൻസിറ്റി റോ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആ വോളിയത്തിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ചാർജിന് ഈക്വലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട QI × VIR അതിൻ്റെ സമ്മേഷൻ ഇവിടെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഒരു ഇൻറ്റഗ്രൽ ആയിട്ട് മാറും. സോ യു ഗെറ്റ് W = 1/2 ρ V dτ. നമുക്ക് എന്നാൽ അതേസമയം നമുക്ക് ഗോസ് ലോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൂടി എഴുതാം. നമ്മൾ അവിടെ പഠിച്ചു del.E = ρ/ε0 എന്ന് പറയുന്ന ഇക്വേഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് റോയെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിൽ എഴുതാൻ സാധിക്കും. സോ യു ഗെറ്റ് ρ = ε0 × del.E. അപ്പോൾ ആ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് W = 1/2 del.E V dτ എന്ന് കിട്ടും. ഇവിടെ ഒരു ε0 കൂടി ഉണ്ട്, അതൊരു മാത്തമാറ്റിക്കൽ എററാണ്, ശ്രദ്ധിക്കുക, ε0 ഉണ്ട്. ഓക്കെ, ഇനി ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഡൈവർജൻസ് ഓഫ് എ പ്രോഡക്റ്റ് ഓഫ് എ സ്കെയിലാർ ആൻഡ് എ വെക്ടർ. ഇവിടെ V എന്ന് പറയുന്ന സ്കെയിലാറും E എന്ന് പറയുന്നൊരു വെക്ടറുമാണ്. അതിൻ്റെ ഡൈവർജൻസ് എടുക്കുമ്പോൾ അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് ലോസ് ഓഫ് ഡൈവർജൻസ് del.VE = del.E × V + E.del.V. ഈ എക്സ്പ്രഷൻ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അത് നമ്മൾ ഈ del.Tയുടെ കേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ del.E × V ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് del.VE - E.del.V എന്ന ഫോമിലേക്ക് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ അതേസമയം തന്നെ നമുക്കറിയാം del.V, ഇതിലെ del.V എന്ന് പറയുന്നത് -E കൂടിയാണ്. അപ്പോൾ E.-E യു വിൽ ഗെറ്റ് -E². ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ W = ε0/2, ഈ ε0/2 ഇൻ്റഗ്രൽ രണ്ട് ടേംസ് ഉണ്ട് ഇത്തവണ, ഇൻ്റഗ്രൽ del.EV dτ പ്ലസ് ഇൻ്റഗ്രൽ E² dτ. അപ്പോൾ del.EV dτയും E² dτയുടെയും രണ്ട് വോളിയം ഇൻ്റഗ്രൽസ് ആയിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇതിൽ ഈ V ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ യു ഹാവ് എ del.E dτ അല്ലേ. അപ്പോൾ ഡൈവർജൻസിൻ്റെ വോളിയം ഇൻ്റഗ്രൽ ഉണ്ട്, നമുക്കതിനെ ഗോസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സർഫസ് ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ W = ε0/2 സർഫസ് ഇൻ്റഗ്രൽ V × E.dA, DAയോ DSO നിങ്ങൾക്ക് എഴുതാം. നമ്മൾ ഈ del.E dτ എന്ന് പറയുന്ന ഈ വോളിയം ഇൻ്റഗ്രലിനെ നമ്മൾ തുല്യമായ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റിയതാണ്. ഈ ഇൻ്റഗ്രലിന് മാറ്റമില്ല, പ്ലസ് വോളിയം ഇൻ്റഗ്രൽ E² dτ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സർഫസ് ഇൻ്റഗ്രലിൻ്റെയും ഒരു വോളിയം ഇൻ്റഗ്രലിൻ്റെയും സമ്മായിട്ട് നമ്മൾ ഈ ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഈ സർഫസ് ഇൻ്റഗ്രലിൻ്റെയും വോളിയം ഇൻ്റഗ്രലിൻ്റെയും പ്രോപ്പർട്ടിയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കണം. നമ്മളിവിടെ സർഫസ് ഇൻ്റഗ്രൽ പറയുന്നത് എന്താണ്? നമുക്ക് ഒരു പോയിന്റ് ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന് ചുറ്റുമുള്ള സർഫസ് ഇൻ്റഗ്രലിന് ഏത് സർഫസ് എടുക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പ് അത് പഠിച്ചിട്ടുണ്ട്. ഗോസ് ലോ അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് സർഫസ് എടുത്തു കഴിഞ്ഞാലും ആ ഫീൽഡിനെ അല്ലെങ്കിൽ ആ ഇൻ്റഗ്രൽ വിൽ ബി ഡിപ്പെൻഡിങ് ഓൺലി ഓൺ, അല്ലെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ വിൽ ബി ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാർജിന് എക്രോസ് ആയിട്ട് എത്ര വലിയ സർഫസ് എടുത്തു കഴിഞ്ഞാലും ഈ സർഫസ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂവിന് മാറ്റം വരേണ്ടതില്ല. എന്നാൽ ഒരേ കാര്യം കൂടി നിങ്ങൾ മറ്റൊരു ശ്രദ്ധിക്കുക, ഈ പോയിന്റിൽ നിന്നും ദൂരേക്ക് പോകും തോറും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു 1/r² ചുരുങ്ങി വരും. അതുപോലെ ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ് നിങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ പ്രൊപ്പോർഷണൽ ടു r² ഇൻക്രീസ് ചെയ്തും വരുന്നുണ്ടാകും. അതേസമയം വോളിയത്തിന് എന്താണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ Vക്ക് എന്താണ് സംഭവിക്കുന്നത്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കൂടുന്തോറും 1/r പ്രൊപ്പോർഷണലായിട്ടാണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സർഫസിൻ്റെ ഇൻ്റഗ്രൽ എൻറ്റയർ സർഫസ്, അതായത് പോസിബിൾ ആയിട്ടുള്ള മുഴുവൻ നമ്മളുടെ യൂണിവേഴ്സ് മുഴുവൻ ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു സർഫസായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ E² എന്ന് പറഞ്ഞ ടേം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് ടേമാണ്. ഈ വോളിയം ഇൻ്റഗ്രൽ നിങ്ങൾ എത്ര വലിയ വോളിയത്തിലേക്ക് മാറ്റുന്നോ അതിനനുസരിച്ചിട്ട് E² പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ വാല്യൂ കൂടി വരും. എന്നാൽ ഈ വാല്യൂവിന് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏരിയ വളരെ കൂടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അതിന് പ്രൊപ്പോർഷണലായിട്ട് 1/r², തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുമെങ്കിലും ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ടേം 1/r എന്ന ടേംസിൽ കുറഞ്ഞു വരുന്നതുകൊണ്ട് ഇഫ് യു കൺസിഡർ ആൻ ഇൻഫിനിറ്റ്ലി large volume, this integral will be approximately 0 compared to the very large integral of the second term. Okay, ഈ വോളിയം ഇൻ്റഗ്രൽ വളരെ വലിയൊരു ടേമായി മാറും. അതായത് നിങ്ങൾ എൻറ്റയർ സ്പേസ് യൂണിവേഴ്സിനെയാണ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പോസിറ്റീവ് ഇൻ്റഗ്രൻ്റ് ആയതുകൊണ്ട് ഈ ഇൻ്റഗ്രൽ വളരെ വലിയൊരു ക്വാണ്ടിറ്റി ആയി മാറുകയും, എന്നാൽ ഇവിടെ പൊട്ടൻഷ്യലിൻ്റെ 1/r ഡിപ്പെൻഡൻസ് കാരണം അത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. സോ യു ക്യാൻ നെഗ്ലക്ട് ദ ഫസ്റ്റ് ഇൻ്റഗ്രൽ when you consider the whole space for the
integration purpose. So that gives you the result. The total work done for a continuous charge distribution W is equal to epsilon 0 by 2 integral over all space E square d tau. So this gives you the energy of a continuous charge distribution. ഇനി ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പോയിന്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ വർക്ക് ഡൺ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതി, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതി. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ ആകുന്നതിനനുസരിച്ചിട്ട് ഈ വാല്യൂ വർക്ക് ഡൺ ക്യാൻ ഐദർ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പക്ഷേ ഈ ക്വാണ്ടിറ്റിയിലേക്ക് വരുമ്പോൾ ഇത് എപ്പോഴും പോസിറ്റീവ് മാത്രമായിരിക്കും എന്ന് കാണാം. അപ്പോൾ അവിടെ നമുക്കൊരു സംശയം വരാം, ഇതിലേത് എക്സ്പ്രഷനാണ് ശരിക്കും കറക്റ്റായിട്ടുള്ളത്. ഇത് ഇലക്ട്രോഡൈനാമിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഇൻകൺസിസ്റ്റൻസിയാണ്. ഈ രണ്ട് എക്സ്പ്രഷനിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ശരിയാണ്. അപ്പോഴും ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദിസ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് വൈൽ ദിസ് ക്യാൻ ഓൺലി ബി പോസിറ്റീവ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് എനർജി ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇവിടെ ഇത് നെഗറ്റീവ് കൂടി ആകാനുള്ളൊരു സാധ്യത വരുന്നതിനുള്ള കാരണം നമ്മളിവിടെ നമ്മുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ചാർജസിനെ അസംബിൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ചാർജസ് ഉണ്ടാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ചാർജസ് കൺസിസ്റ്റ് ചെയ്യുന്ന എനർജി എത്രയാണെന്നുള്ളതിനെ കുറിച്ച് ഈ പോയിന്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പരിഗണിക്കുന്നില്ല. കാരണം ഇവിടെ പൊട്ടൻഷ്യലിൻ്റെ ഫോമിൽ ചാർജിലാണ് നമ്മൾ വർക്ക് ഡൺ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് നോ റെഫറൻസ് ചാർജ് ഹിയർ, ഇവിടെ ഫീൽഡ് മാത്രമേ ഉള്ളൂ. സോ ദിസ് അസ്യൂംസ് ദാറ്റ് ദ എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? അത് 1/4πε0 Q/r² ആണ്. ഓക്കെ, ഇതിനെ നിങ്ങൾ എൻറ്റയർ സ്പേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് ഇതിനെ നിങ്ങൾ ഇതുപോലെ E² d tau എൻറ്റയർ വോളിയം, യൂണിവേഴ്സിൻ്റെ വോളിയത്തിൽ നിങ്ങൾ ഇയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അവിടുത്തെ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് കണ്ടെയ്ൻ ചെയ്യുന്ന വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്നുള്ളത് ഇലക്ട്രോഡൈനാമിക്സിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അത് പരിഗണിക്കാത്തത് കൊണ്ടാണ് ഇവിടെ വർക്ക് ഡൺ നെഗറ്റീവ് ആകാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നുള്ള സങ്കല്പത്തിലാണ് സംസാരിക്കുന്നത്. സോ ദിസ് ഈസ് മോർ ബേസിക് ഇക്വേഷൻ. ഇത് നമ്മളോട് പറയുന്നത് വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു epsilon 0 by 2 integral over whole space E² d tau ആണ്. ദിസ് ഈസ് ദ വർക്ക് ഡൺ ഫോർ എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്നാൽ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചാർജ് ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ്. ചാർജ് എങ്ങനെ ഉണ്ടാകുന്നു, ചാർജിനെ അസംബിൾ ചെയ്യുന്നതിനുള്ള ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള എനർജിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് മോർ ബേസിക്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എനർജി ഡെൻസിറ്റി സ്റ്റോർ ഇൻ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടെത്താം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു epsilon 0 E² by tau. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ epsilon 0 E² by 2 ഉണ്ട്. അതിനെ വോളിയം ഇൻ്റഗ്രൽ എടുക്കുമ്പോഴാണ് ടോട്ടൽ വർക്ക് ഡൺ കിട്ടുന്നത് അല്ലെങ്കിൽ ടോട്ടൽ എനർജി കണ്ടന്റ് കിട്ടുന്നത്. സോ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ ഈ d tau ഇല്ലാതൊരു ക്വാണ്ടിറ്റി മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് ഡെറിവേഷൻ ഉണ്ട്, അത് തൽക്കാലം നമ്മുടെ ഇപ്പോഴത്തെ കോഴ്സിൻ്റെ സ്കോപ്പിൽ പെട്ടതല്ലാത്തതുകൊണ്ട് നമ്മൾ ഡെറിവേഷനെ കുറിച്ച് ബോധേഡാവേണ്ട കാര്യമില്ല. എനർജി ഡെൻസിറ്റി ഓഫ് എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ക്യാൻ ബി റിട്ടൺ ആസ് epsilon 0 E² by 2. അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉള്ള ഒരു റീജിയൻ ഓഫ് സ്പേസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ പോയിന്റിലും ഒരു യൂണിറ്റ് വോളിയത്തിലും എൻക്ലോസ് ചെയ്യുന്ന എനർജിയുടെ കണ്ടന്റാണ് നമ്മളിവിടെ epsilon 0 E² by 2 എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമസ്കാരം.